കല്യാണം കഴിഞ്ഞ് പോയാലും നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയാണോ അതേ ഒരു സ്വാതന്ത്ര്യമാണല്ലേ സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ. എന്തും വാരി വലിച്ച് കഴിക്കാം, വാരി വലിച്ച് എറിഞ്ഞിട്ട് അവിടെ ഇവിടെ ആയിട്ട് പോയിട്ട് ഇരിക്കുക. ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവരുടെ മാത്രം വീട്ടിൽ കിട്ടുന്ന ഒരു ഫ്രീഡമാണ്. അപ്പോൾ ഞാൻ പരമാവധി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ പോകാൻ ഇങ്ങനെ നമ്മൾ ദാഹിച്ച് നിൽക്കാറൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൂടെയൊക്കെ ഞാൻ പോകാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ ഇതുപോലെ ലീവിനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴൊന്നും വീട്ടിൽ പോകാനും പറ്റാറില്ല, പോയിട്ട് 2 ദിവസം നിൽക്കാൻ പറ്റില്ല. വല്ലാത്തൊരു വിഷമമാണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെയാണ്. ആദ്യം ബാഗും കാര്യങ്ങളൊക്കെ എവിടെയായിട്ട് ഇട്ടിട്ട് ഒരു ഓട്ടമാണ് അടുക്കളയിലോട്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഒരു തുറക്കൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് അത് കാണേ വേണ്ട കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ തന്നെ വല്ലാത്തൊരു കുളിർമയാണ് മനസ്സിന്. പിന്നെയെന്ന് വെച്ചാൽ ഇതുപോലെ അടുത്ത് അപ്പോൾ തന്നെ അമ്മ പറയും കേട്ടോ, പാത്രങ്ങളിൽ എടുത്ത് വെക്ക് കൊടുക്കുകയെന്ന്. പക്ഷെ നമുക്കതൊന്നും ചെവി പോവില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് എടുത്ത് കഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരെ പോലും ശ്രദ്ധിക്കുന്നത്. അപ്പം അമ്മ എപ്പോഴും പറയുന്നൊരു പരാതിയാണ്, നോക്ക് നീ അവർക്കൊക്കെ എടുത്ത് കൊടുക്കുകയെന്ന്. കാരണം മക്കളോട് മാത്രമല്ല ഇങ്ങനെയൊക്കെ പറയാനും പറ്റുമോ, തിരിച്ച് മക്കൾക്ക് മാത്രമല്ല അമ്മയോട് ഇതുപോലെയൊക്കെ സ്വാതന്ത്ര്യത്തിൽ പെരുമാറാനും പറ്റും. അപ്പം ഞങ്ങൾ പോയ സമയത്ത് തന്നെയായിരുന്നു അച്ഛൻ്റെ ബർത്ത്ഡേ. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് അവിടെ നിന്നൊക്കെ കഴിച്ചിട്ട് എൻ്റെ വയറങ്ങ് നിറഞ്ഞു കേട്ടോ. പോകുമ്പോഴും ഒരുപാട് പ്രതീക്ഷയായിരുന്നേ, അത് കഴിക്കണം ഇത് കഴിക്കണം. അപ്പോൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്കറിയാം എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി ചിക്കൻ പൊരിയാന്ന്, അതില്ലാത്തൊരു പരിപാടി ഇല്ലയെന്ന്. പിന്നെ അമ്മയുടെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ പഴംപൊരി, അതുപോലെ ഈത്തപ്പഴംപൊരി. പിന്നെയെന്ന് വെച്ചാൽ നെയ്യപ്പം കൂടിയാണ് അമ്മയുടെ ഒരു ഫേവറേറ്റ് എന്താ പറയുക സ്നാക്ക് എന്ന് പറയുന്നത്. അത് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു വേണ്ട, ഇതൊക്കെ ഒത്തിരി ആയിന്ന്. അങ്ങനെ ഇപ്രാവശ്യം നമ്മുടെ കുഞ്ഞ് അതിഥിയും കൂടിയുണ്ട്, കുഞ്ഞു വാവ. അപ്പോൾ നമ്മുടെ വീട്ടിലെ സ്വന്തം കുഞ്ഞു വാവ. അപ്പോൾ അവനും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലി ഫുള്ളായി എന്ന് പറയാം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു രസം. അപ്പോൾ അച്ഛന് ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എല്ലാവരും കൂടി അച്ഛന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഓരോരോ പീസ് ചെറുതായിട്ട്, കാരണം അച്ഛന് ഷുഗറിൻ്റെ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് അധികം കൊടുത്തിട്ടില്ല. എന്നാലും എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ഒരു ദിവസം. അനിയൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒത്തുകൂടൽ.